So the call by address means, just note down the definition, both actual and formal parameters refers the same location. Okay, in the case of call by value, the both are using different memory locations. So in the call by address, both actual and formal parameters refers the same memory location. So any changes made inside the function actually reflected in functions are actually reflected in actual parameters. Okay, ഈ രണ്ട് ആൾക്കാരും യൂസ് ചെയ്യുന്നത് എന്താണ്, സെയിം മെമ്മറി ലൊക്കേഷൻസ് ആയിരിക്കും. സോ എന്തെങ്കിലും ഒരു വാല്യൂസിന് എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ കൂടി അത് ഓട്ടോമാറ്റിക്കായിട്ട് എവിടെ റിഫ്ലക്റ്റ് ആവും, അതിന്റെ ആക്ച്വൽ പാരാമീറ്റേഴ്സിൽ റിഫ്ലക്റ്റ് ആവും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്, കോൾ ബൈ അഡ്രസ്സിന് നമ്മൾ എഴുതാൻ പോണ പ്രോഗ്രാം എന്ത് പ്രോഗ്രാമാണ് നമുക്ക് എഴുതേണ്ടത്? കോൾ ബൈ അഡ്രസ്സിന് നമുക്ക് എന്ത് പ്രോഗ്രാം തന്നെയാണ് എഴുതേണ്ടത്? കോൾ ബൈ അഡ്രസ്സിനും സ്വാപ്പിംഗ് ഓഫ് two numbers തന്നെയാണ്. Okay, swapping of two numbers, right? So as usual the program എന്താണ്, hash include stereo.h then void main. Sorry, I don't carry. So here we need to define the function, right? So the function name is as usual swap. Okay, here listen. The previous problem is called by value, right? നമ്മൾ എന്താണ് ചെയ്യുക, വാല്യൂവിനെയാണ് കോൾ ചെയ്ത് കൊടുക്കുക അല്ലേ. ഫംഗ്ഷൻ കോളിൽ എന്താണ് ഉണ്ടാവുക, വാല്യൂ ആണ് ഉണ്ടാവുക. ഓക്കെ, ഇൻ ദിസ് കേസ് എന്താണ്, പ്രോഗ്രാമിന്റെ ഹെഡിങ് തന്നെ എന്താണ്, ഹിയർ ആൾസോ വി ആർ ഗോയിങ് ടു ഡു സ്വാപ്പിംഗ് ഓഫ് ടു നമ്പേഴ്സ്, ബട്ട് ഇൻ ദിസ് കേസ് വി ആർ ജസ്റ്റ് കോളിംഗ് ദ അഡ്രസ്. നമ്മൾ എന്തിനെയാണ് കോൾ ചെയ്യണത്, അവിടെ നമ്മൾ വാല്യൂവിനെയാണ് പാസ് ചെയ്ത് കൊടുത്തത്. ഈ പ്രോബ്ലത്തിൽ നമ്മൾ എതിനെയാണ് പാസ് ചെയ്ത് കൊടുക്കുക, അഡ്രസ്സിനെയാണ് പാസ് ചെയ്ത് കൊടുക്കുക. ആക്ച്വൽ പാരാമീറ്റേഴ്സ് എതിനെ പാസ് ചെയ്ത് കൊടുക്കും, അഡ്രസ്സിനെയാണ് പാസ് ചെയ്ത് കൊടുക്കുക. സോ അപ്പൊ അഡ്രസ്സിനെ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഏത് വേരിയബിൾക്കാണ് അഡ്രസ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ, ഏത് ടൈപ്പ് വേരിയബിളിനാണ് അഡ്രസ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ? Definition already we learned, right? So one variable have a capacity to store address of another pointer, right? So here we need to declare pointer variable. So what is the definition for pointer? Pointer which is used to store address of another variable. നമ്മുടെ problem എന്താണ്, it's a call by address. Okay, call by address എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് വാല്യൂസ് വരില്ല, രണ്ട് അഡ്രസ് ആണ് വരിക. സോ അഡ്രസ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. സോ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് വേരിയബിളെ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ, പോയിന്റർ വേരിയബിളെ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ പോയിന്റർ വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക, ഇന്റീജർ. പോയിന്റർ വേരിയബിളിന്റെ സിമ്പൽ എന്തായിരുന്നു? What is the symbol for pointer variable? Star, right? So star, okay, x means x. So there we are passing two address, right? So integer star. Clear or no? Here the problem is called by address. So we are calling the in actual ഇതെന്താണ്, ഫംഗ്ഷന്റെ കൂടെ വരുന്നത് എന്താണ്, ഇറ്റ്സ് ആക്ച്വൽ പാരാമീറ്റർ ഓർ ഫോർമൽ പാരാമീറ്റർ? ഇത് ആക്ച്വൽ പാരാമീറ്റർ ആണോ ഫോർമൽ പാരാമീറ്റർ ആണോ ഡിക്ലെയർ ചെയ്യുന്ന പ്ലേസിൽ വന്നിട്ടുള്ളത്? ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. It's a formal parameter. Good. Version is good. It's a formal parameter. Function call varnadaയിരിക്കും എന്ത്, actual parameter. It's a formal parameter. Good. Formal parameter. Right. So then after that we need to declare the program. So here we are just integer a comma b. Then printf. What is that? Enter the two numbers. Right. So enter the two numbers. Okay, then scanf. What is that? Percentage d comma, how many percentage it is? 2% it is, right? So percentage d comma, here what are the variables, what are the actual parameters? ഇവിടെ എന്ത് വേരിയബിൾസ് ആണ് വരിക? I have two variables. One is that ampersand a comma ampersand b, right? Clear ആയോ ഇതുവരെ? യെസ് ആണോ നോ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എഗെയിൻ നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുക? വി ആർ ഗോയിങ് ടു, നമ്മുടെ പ്രോബ്ലം എന്താണ്? വി ആർ കോൾ ബൈ അഡ്രസ്. അപ്പൊ നമ്മൾ എന്താണ് അഡ്രസ് പാസ് ചെയ്യേണ്ടത്? വാല്യൂ ആണോ അഡ്രസ് ആണോ പാസ് ചെയ്യേണ്ടത്? We need to pass the address of the variable, address of the actual parameters, the address of actual parameters. What are the actual parameters?
What are the actual parameters? The actual parameters are a comma b. So we need to pass the address of a and b, right? So how we function, what is the function name? What is the function name? The function name is swap, right? So എനിക്ക് എന്ത് ചെയ്യണം? A ന്റെ അഡ്രസ്സും B ന്റെ അഡ്രസ്സും എനിക്ക് പാസ് ചെയ്യണം. So A, B ന് പാസ് ചെയ്യാൻ പറ്റുമോ? A, B എന്ന് പറഞ്ഞാൽ എന്താണ് പാസ്സായി പോവുക? എന്താണ് പാസ്സാവുക? വെറുതെ A, B ന് പാസ് ചെയ്താൽ എന്താണ് പാസ്സായി പോവുക? വാല്യൂ ആണ് പാസ്സായി പോവുക. ബട്ട് നമുക്ക് എന്ത് പാസ് ചെയ്യണം? എന്ത് നമുക്ക് പാസ് ചെയ്യണം? ദ ക്വസ്റ്റ്യൻ ഈസ് കോൾഡ് ബൈ അഡ്രസ്, റൈറ്റ്? സോ നമ്മൾ എന്ത് പാസ് ചെയ്ത് കൊടുക്കണം? ദ അഡ്രസ് ഓഫ് എ ആൻഡ് ബി. സോ എന്റെ അഡ്രസ്സും ബിന്റെ അഡ്രസ്സും നമുക്ക് എങ്ങനെ കിട്ടും? എന്റെ അഡ്രസ്സും ബിന്റെ അഡ്രസ്സും നമുക്ക് എങ്ങനെയാണ് കിട്ടുക? എങ്ങനെയാണ് കിട്ടുക? ആംപർസെന്റ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ അഡ്രസ് കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എ കമ ബി എന്ന് കൊടുത്താൽ അതിന്റെ വാല്യൂ ആണ് പോവുക. സോ ആംപർസെന്റ് എ കമ ആംപർസെന്റ് ബി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ അവിടെ അല്ലേ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളൂ, അതിന്റെ അഡ്രസ് കിട്ടും. യെസ് ആണോ നോ ആണോ? ക്ലിയർ ആയാ? ഓക്കെ. Then as usual ഇതിന്റെ അഡ്രസ് എവിടെ പോയി സ്റ്റോർ ആവും? പോയിന്റേഴ്സിൽ പോയി സ്റ്റോർ ആവും. Again we need to do the function definition stage. So the function definition stage is Control C. Okay, no semicolon. Here I am going to declare integer temp. Okay, so the temp. So adum pointers la declare cheyan venda. Okay, then temp is equal to star x. Then star x is equal to normal swapping. Star x is equal to എന്താണ്? സ്റ്റാർ എക്സ് ഇസ് ഈക്വൽ ടു ഫാസ്റ്റ്, സമയമില്ല, നമുക്ക് പ്രോബ്ലം പഠിക്കാനുണ്ട്. സ്റ്റാർ എക്സ് ഈക്വൽ ടു സ്റ്റാർ വൈ. ഓക്കെ, ദെൻ സ്റ്റാർ വൈ ഈക്വൽ ടു temp, right? So then swap, printf the swap is percentage d. ഇവിടെ എന്ത് യൂസ് ചെയ്യണം? ഇവിടെ എന്തിനാ അറിയാം? സ്റ്റാർ എക്സ് സ്റ്റാർ വൈ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യാം. എറർ ഉണ്ടോ എന്ന് നോക്കാം. എററില്ല. Enter the two numbers 10, enter 20. Okay, swap ആയിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ സ്വാപ്പ് പെർഫോം ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് see the explanation ഇന്നലെ ക്ലാരിറ്റി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ പ്രോബ്ലം ഫുൾ എഴുതിയത് ഞാൻ. ഓക്കെ, okay, see, so they have some memory block. So ഒരു memory block ഉണ്ട് അവിടെ. Some memory block. Okay, so the address is 101, 102, 103, 104. Okay. Okay, so first we are declared two variables, so star x and star y. So star x and star y means they allocate some memory. Okay, star x. So star x star y il endu values aanu store avuva para? Pointer variable എന്ത് വാല്യൂ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ? എന്ത് വാല്യൂ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ? These two variables are pointer variables, right? So pointer variables രണ്ട് മെമ്മറി എടുത്തിട്ടുണ്ട്, 101, 102. അതിനകത്ത് നമുക്ക് എന്ത് വാല്യൂ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ? വാട്ട് ഈസ് മീൻ ബൈ പോയിന്റർ? അഡ്രസ് വാല്യൂ മാത്രമേ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, right? Then after that void main integer a comma b. Then they have two variables, that is a, then that is b.
ഓക്കെ, എ ആൻഡ് ബി. ദെൻ ആഫ്റ്റർ ദാറ്റ് ദ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഇവിടെ ഫംഗ്ഷൻ കാൾ ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് വാല്യൂസ് പോകും. എന്തൊക്കെ വാല്യൂസ് ആണ് പോവുക? ഈ ഫിഗർ വെച്ചിട്ട് പറയാം. സ്റ്റാർ എക്സിൽ പോണ വാല്യൂ എന്താണ്? ആംപർസെന്റ് എ ആണ്. വാട്ട് ഈസ് ആംപർസെന്റ് വാല്യൂ? ആംപർസെന്റ് എ മീൻസ് വാട്ട്? ഇപ്പം ഞാനിവിടെ എന് വാല്യൂ കൊടുത്തിട്ടുണ്ട്. എന് ഒരു 10 കൊടുത്ത്, എന് ഒരു 10 കൊടുത്ത്, ദെൻ ബിന് ഒരു 20 കൊടുത്തു. ഓക്കെ, സോ ഇവിടെ എ 10 വന്നു, ബി 20 വന്നു. ഓക്കെ ഓക്കെ, ദെൻ ഇവിടെ ഉണ്ട് കാളവാണ്. വാട്ട് ഈസ് മീൻ ബൈ ആംപർസെന്റ് എ? ആംപർസെന്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? പെടാ പറ, ആംപർസെന്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ അല്ലേ? ആംപർസെന്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ നോർമൽ വെറും എ എന്ന് പറഞ്ഞാൽ വാല്യൂ ആണ്. ആംപർസെന്റ് എ എന്ന് പറഞ്ഞാൽ അഡ്രസ് ഓഫ് എ ആണ്. സോ ഇവിടെ എന്ത് വാല്യൂ ആണ്? അപ്പൊ സ്റ്റാർ എക്സിൽ എന്ത് വാല്യൂ ആണ് വരിക? സ്റ്റാർ എയിൽ എന്ത് വാല്യൂ ആണ് കോപ്പി ആയി പോവുക? അഡ്രസ് ഓഫ് എ. വാട്ട് ഈസ് അഡ്രസ് ഓഫ് എ? ഈ ഫിഗർ വെച്ചിട്ട് പറ, വാട്ട് ഈസ് അഡ്രസ് ഓഫ് എ? ദ അഡ്രസ് ഓഫ് എ ഈസ് 103. ഓക്കെ, സോ അതുപോലെ ബിയിലുണ്ട്, അങ്ങോട്ട് പോകും. സോ വാട്ട് ഈസ് ദ ബി വാല്യൂ? B value means the address of B, right? Y value address of B. So address of B what? 104. Okay. ഈ 103 104 വാല്യൂ ആണോ? 103 104 these are pointer variables, right? So 103 and 104 എന്ന് പറയുന്നത് വാല്യൂ അല്ല, ഇറ്റ്സ് എ അഡ്രസ് ആണ്. ഓക്കെ, അതിനകത്ത് സ്റ്റോർ ആക്കി വെച്ചിട്ടുള്ളത് എന്താണ്? വേറെ രണ്ട് വേരിയബിൾസിന്റെ അഡ്രസ് ആണ് നമ്മൾ സ്റ്റോർ ആക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, എഗൈൻ ഇവിടെ വരും, ഇവിടെ വരും. സോ ഇവിടെ വന്ന് എന്ത് ചെയ്യും? ഇന്റീജർ ടെമ്പ്. ഓക്കെ, ടെമ്പ് നമുക്ക് വാല്യൂ ഇല്ല, ടെമ്പ് കൊണ്ട് മെമ്മറി വരും. ഓക്കെ, സോ ടെമ്പ്. ഓക്കെ, എഗൈൻ ഒരു മെമ്മറി ബ്ലോക്ക് ഇങ്ങനെ ഇരിക്കട്ടെ, മെമ്മറി ബ്ലോക്ക് ഇരിക്കട്ടെ. സോ ദാറ്റ്സ് 101 101 102 103 103 then 104. ഓക്കെ, ഇങ്ങനെ ഒരു മെമ്മറി. ദെൻ ഇവിടെ എന്താണ്? സ്റ്റാർ എക്സ് വന്നിട്ടുണ്ട്. സോ സ്റ്റാർ എക്സ്, സ്റ്റാർ വൈ, then A, B. Okay, so star x ലുള്ള വാല്യൂ, റൈറ്റ്? സോ അഗൈൻ ടെമ്പിന്റെ ഇതിലേക്ക് ടെമ്പ് is equal to star x. വാട്ട് ഇസ് മീൻ ബൈ സ്റ്റാർ എക്സ്? സ്റ്റാർ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ അഡിഷൻ ഒക്കെ പറയുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു അഡ്രസ് അസൈൻ ചെയ്ത് കൊടുത്താൽ വെറും എക്സിന് യൂസ് ചെയ്താൽ എന്ത് കിട്ടും? പറ. എക്സിന് യൂസ് ചെയ്യും. ഇപ്പൊ ഞാൻ ഇവിടെ വെറും എക്സിന് യൂസ് ചെയ്ത്, എക്സിന് യൂസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എക്സിന് യൂസ് ചെയ്ത എന്താണ്? ഈ എക്സിന്റെ വാല്യൂ ആണ്. വാട്ട് ഇസ് എക്സിന്റെ വാല്യൂ എന്തായിരുന്നു? 103 ആണ് കിട്ടുക. ഓക്കെ, അഡ്രസ്സിലുള്ള കണ്ടന്റ് കിട്ടണം പോയിന്ററിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? സ്റ്റാർ എക്സ് യൂസ് ചെയ്താൽ എന്ത് കിട്ടും? സ്റ്റാർ എക്സ് യൂസ് ചെയ്താൽ എന്ത് കിട്ടും? 103യിലുള്ള കണ്ടന്റ്. 103യിലുള്ള കണ്ടന്റ് എന്താണ്? ആ അഡ്രസ്സിലുള്ള കണ്ടന്റ് ഫെച്ച് ചെയ്യും. മനസ്സിലായ? വെറും നമ്മൾ നോർമൽ വെറുതെ ഒരു എക്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ഇതിനകത്തുള്ള വാല്യൂ 103 ആണ് അത് തരിക. സെയിം ടൈം ആ 103യിലുള്ള കണ്ടന്റ് വേണം. ആ അഡ്രസ്സിന്റെ കണ്ടന്റ് വേണമെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കണം? സ്റ്റാർ എക്സ് കൊടുക്കണം. ഓക്കെ, അത് ഞാൻ പ്രോബ്ലം പറയുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ എഴുതിയിട്ടുള്ളത്? ടെമ്പ് is equal to സ്റ്റാർ എക്സ്. ടെമ്പ് is equal to സ്റ്റാർ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അഡ്രസ് ആണോ കിട്ടുക? വാല്യൂ ആണോ കിട്ടുക? ആ അഡ്രസ്സിലുള്ള വാല്യൂ ആണ് കിട്ടുക, റൈറ്റ്? സോ ടെമ്പ് is equal to സ്റ്റാർ എക്സ്. സ്റ്റാർ എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ എന്താണ്? 103 ആണ്. 103യിലുള്ള വാല്യൂ എന്താ? 103യിലുള്ള വാല്യൂ എന്താണ്? 10 ആണ്, റൈറ്റ്? സോ ഇവിടെ 10 വരും. മനസ്സിലായ? Then after that star x, star x, star x. സ്റ്റാർ എക്സ് എന്ന് പറയുന്നതിൽ എന്ത് വാല്യൂ? സ്റ്റാർ എക്സ് എന്ന് പറയുന്നത് എന്ത് ലൊക്കേഷൻ ആണ്? സ്റ്റാർ എക്സ് എന്ന് പറയുന്നത് എന്ത് ലൊക്കേഷൻ ആണ്? 103 എന്ന് പറയുന്ന ലൊക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ സ്റ്റാർ എക്സിൽ എന്ത് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? സ്റ്റാർ എക്സ് is equal to സ്റ്റാർ വൈ. സ്റ്റാർ വൈയിൽ എന്ത് വാല്യൂ ആണ് ഉള്ളത്? പറ. സ്റ്റാർ എക്സിൽ നമ്മൾ എന്ത് വാല്യൂ? സ്റ്റാർ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 10. ഇവിടെ 10ന് പോയിന്റ് ചെയ്ത് നിൽക്കും. അവിടെ എന്ത് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവര്? സ്റ്റാർ വൈയിലുള്ള വാല്യൂ. സ്റ്റാർ വൈന്റെ വാല്യൂ എന്താണ്? 104ൽ എന്ത് വാല്യൂ ആണുള്ളത്? 20. അപ്പൊ ഇവിടെ എന്ത് വാല്യൂ വരും? 20 വരും.
Okay, again star o is equal to temp. Star o എന്ന് പറയുമ്പോൾ എന്താണ്? Star o എന്ന് പറയുമ്പോൾ 104. 104 ൽ എന്ത് വാല്യൂ സ്റ്റോർ ചെയ്യണം? Temp. What is the temp value? Temp value is 10. വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ടോ? വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ടോ? ഇങ്ങനെയാണ് പെർഫോം ആവുക. മനസ്സിലായ? അവിടെ നമുക്ക് എന്താണ് ഈ ഫോർമൽ പാരാമീറ്റേഴ്സിലാണ് ചേഞ്ച് ആവുക. ഇവിടെ എന്താണ് ചേഞ്ച് ആവുക? ആക്ച്വൽ പാരാമീറ്റേഴ്സിലാണ് വാല്യൂ ചേഞ്ച് ആവുക. ക്ലിയർ ആണോ? വാട്ട് ഇസ് ദ ന്യൂ വാല്യൂ ഓഫ് എ ആൻഡ് ബി? What is the new value of A and B? 20 and 10. സ്വാപ്പിംഗ് സംഭവിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഇതേ പ്രോബ്ലത്തിന് നമ്മളിപ്പോ ഇവിടെ എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഇവിടെ പ്രിന്റ് ചെയ്യാതെ, നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യണ്ട, ഇവിടെ പ്രിന്റ് ചെയ്യാതെ നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്താലും സ്വാപ്പിംഗ് പെർഫോം ആവും. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ എ ആൻഡ് ബിയിലുള്ള ലൊക്കേഷനിലുള്ള വാല്യൂ എന്തായിട്ടുണ്ട്? ചേഞ്ച് ആയിട്ടുണ്ട്. വേണമെങ്കിൽ വർക്ക്ഔട്ട് ചെയ്ത് കാണിക്കാം. കണ്ടാ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ബിക്കോസ് വാല്യൂസ് ഒക്കെ ചേഞ്ച് ആവുന്നത് എവിടെയാണ്? അഡ്രസ്സിലാണ് ചേഞ്ച് ആവുക. സോ നമുക്ക് എന്താണ് എവിടെ പ്രിന്റ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, ജസ്റ്റ് റൈറ്റ് ഡൗൺ ഫാസ്റ്റ്. എഴുതിയാ നിങ്ങൾ അന്ന്? എഴുതിയാണെങ്കിൽ കുഴപ്പമില്ല. എല്ലാവരും കംപ്ലീറ്റഡ് ആണെങ്കിൽ നമ്മൾ അടുത്ത പ്രോബ്ലം നോക്കാം. ഓക്കെ, കംപ്ലീറ്റഡ് ആണോ? കംപ്ലീറ്റഡ് ആണെങ്കിൽ കംപ്ലീറ്റഡ് ഒരു മെസ്സേജ് ഇട്ടോ. കംപ്ലീറ്റഡ് ആണോ? കംപ്ലീറ്റഡ് ആണോ? ഫസ്റ്റ് ഓക്കെ. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്ലിയർ അല്ലേ? അപ്പോ ക്ലിയർ ആണോ? കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ അഡ്രസ് ക്ലിയർ ആണോ? യെസ് ആണോ? നോ ആണോ? അപ്പോൾ കോൾ ബൈ അഡ്രസ് പാരാമീറ്റർ പാസിംഗ് മെത്തേഡ് എന്ന് ചോദിക്കും. സോ പാരാമീറ്റർ പാസിംഗ് മെത്തേഡ് മീൻസ് ജസ്റ്റ് പാസിംഗ് ദ വാല്യൂസ് ബിറ്റ്വീൻ ദ ടു വേരിയബിൾസ്, ടു പാരാമീറ്റേഴ്സ്. സോ ദേ ഹാവ് ടു ടൈപ്സ്. വൺ ഈസ് കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. അതിന്റെ ഡെഫിനിഷൻ എഴുതണം. ഡെഫിനിഷൻ എഴുതിയ ശേഷം എന്ത് ചെയ്യണം? ഡെഫിനിഷൻ എഴുതിയ ശേഷം എന്ത് ചെയ്യണം? രണ്ട് എക്സാമ്പിൾ പ്രോഗ്രാം എഴുതണം അല്ലേ? രണ്ട് എക്സാമ്പിൾ പ്രോഗ്രാം എഴുതണം അല്ലേ? എന്ത് എക്സാമ്പിൾ പ്രോഗ്രാമാണ് എഴുതേണ്ടത്? എന്ത് എക്സാമ്പിൾ പ്രോഗ്രാം എന്താണ് എഴുതേണ്ടത്? സ്വാപ്പിംഗ് ഓഫ് ടു നമ്പേഴ്സ് ആണ് എഴുതേണ്ടത്. എഴുതാൻ അറിയോ? 6 മാർക്കിനായിരിക്കും വരിക. ചിലപ്പോൾ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ 8 മാർക്സിനാണ് വരിക. സോ കോൾ ബൈ വാല്യൂവിനും സ്വാപ്പിംഗ് ടു നമ്പേഴ്സ് എഴുതണം. കോൾ ബൈ റെഫറൻസിനും എന്തെഴുതണം? കോൾ ബൈ അഡ്രസ്സിന് നിങ്ങൾ എന്തെഴുതണം? സ്വാപ്പിംഗ് ടു നമ്പേഴ്സ് എഴുതണം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? Okay, just see the next heading is null point. Okay, this is also important question, important 3-mark question. Just write down the null point. Null point means it's nothing, it's a value. ഒരു വാല്യൂ ഇല്ല. ഓക്കെ, വാല്യൂ സെറ്റ് ചെയ്യണില്ല നമുക്ക്. ഓക്കെ, നമ്മളൊരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് നമുക്ക് അവിടെ അഡ്രസ്സ് സെറ്റ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. ബട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്? ഒരു നല്ലെന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ അതിന്റെ അഡ്രസ് എപ്പോഴും എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. Okay, it is always a good practice to assign a null value to a pointer variable. Okay, so what is meant by null point? Null pointer. It is always a good practice to assign a null value. Null value means it's nothing. It's a 0. Okay, so null value to a pointer variable in case you do not have exact address to be assigned. Okay, എനിക്ക് എക്സാക്ട് ആയിട്ട് എനിക്ക് ഒരു വേരിയബിൾ വെച്ചിട്ട് ഞാൻ അഡ്രസ് അസൈൻ ചെയ്ത് കൊടുക്കണില്ല പോയിന്ററിന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്? പോയിന്റർ വേരിയബിളിൽ null എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. Okay, this is done at the time of variable declaration. Variable declare ചെയ്യുന്ന സമയത്തിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു? null സെറ്റ് ചെയ്ത് കൊടുത്തു. A pointer that is assigned null is called as a null pointer. ഒരു പോയിന്ററിന് null വേരിയബിൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് എന്താണ്? It's a null pointer. The null pointer is a constant with a value of 0 defined in all several standard. Okay, അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ പോയിന്ററിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. സോ null എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. We are declared
declared some null pointer variable. So pointer variable declare ചെയ്ത ശേഷം നമ്മൾ ഒരു അഡ്രസ്സും അതിനെ അസൈൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? നല്ല് സെറ്റ് ചെയ്ത് കൊടുക്കണം. സോ നല്ല് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അപ്പോൾ അഡ്രസ് എങ്ങനെ അസൈൻ ആയിട്ടുണ്ടാവും? 0 എന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ അപ്പൊ അത് എങ്ങനെയാ ഡിക്ലെയർ ചെയ്യാം? ഇന്റീജർ സ്റ്റാർ ptr ഈക്വൽ ടു നൽ. നൽ എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ കൊടുക്കണം. സോ അപ്പൊ സ്റ്റാർ ptrന്റെ വാല്യൂ എന്തായിരിക്കും? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സ്റ്റാർ ptr? ഒരു പോയിന്റർ വേരിയബിളിന് നമ്മൾ നല്ല് സെറ്റ് ചെയ്ത് കൊടുത്താൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? പോയിന്ററിന്റെ വാല്യൂ എന്തായിരിക്കും? ചാറ്റ് ബോക്സിൽ പറ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പോയിന്റർ? ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ഞാൻ അതിന് നല്ലെന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത്, അപ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പോയിന്റർ? പോയിന്ററിന്റെ വാല്യൂ എന്തായിരിക്കും? ദ പോയിന്റർ വാല്യൂ ഈസ് 0. ഓക്കെ, അപ്പൊ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ അത് ക്രിയേറ്റ് ചെയ്യണില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു പ്രോബ്ലം എഴുതി. സോ സ്റ്റാർ പി എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്ത്, അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? അതിന് അഡ്രസ് 0 എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിന്റെ അഡ്രസ് എനിക്ക് 0 എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാ നിങ്ങൾ 0 സെറ്റ് ചെയ്ത് കൊടുക്കുക? 0 ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. നമ്മളപ്പോ എന്ത് ചെയ്ത് കൊടുക്കണം? നല്ലെന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? നല്ലെന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ അതിന്റെ അഡ്രസ് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ അല്ലേ? എഴുതാൻ പറ്റാല്ലേ? അപ്പൊ ഇത് 3 മാർക്കിന് ചോദിക്കും. വാട്ട് ഈസ് മീൻ ബൈ നൽ പോയിന്റർ? അപ്പൊ നൽ പോയിന്റർ എന്ന് പറഞ്ഞാൽ എന്തെന്ന് എഴുതണം. എഗൈൻ എന്താണ് അതിന്റെ ഒരു എക്സാമ്പിൾ എഴുതണം. ഓക്കെ ആണോ? നെക്സ്റ്റ് ടോപ്പിക് എടുക്കട്ടെ. ഓക്കെ ആണോ? യെസ് ആണോ? നോ ആണോ? ഇതിന്റെ ഡെഫിനിഷൻ ക്ലിയർ ആണോ? Okay, so next one is the important topic, that is file management. Okay, for 5th module ഉള്ള 2 important topics ആണ്. ഒന്ന് pointer കഴിഞ്ഞു. Then another one is file management. Okay, so file management അകത്ത് 2 topics important ആയിട്ട് വരും. One is file operations, then file modes. അതിൽ file operations important ആണ്, file modes important ആണ്. എല്ലാം simple topic ആണ്. Okay, theory ചോദിക്കാനും possibilities ഉള്ള theory topic ആണ്. Okay, first file management. So file management എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഈ എൻ്റെ സിസ്റ്റം നോക്കിപ്പോ. ഓക്കെ, സോ ഇതൊരു ഫോൾഡർ ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഈ ഫോൾഡറിൽ ഇങ്ങനെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? ഇതിന്റെ പേരെന്താണ്? പറ. ഇങ്ങനെ ഇമേജ് കാണുന്നത്, ആ പേര് ഇട്ടേക്ക്. ഇങ്ങനെ വന്നിട്ടുള്ളത് എന്താണ്? ഇതെന്താണ്? ഇതിനെന്താ പറയാ? ഫോൾഡർ. ഇത് ഫോൾഡർ ആണ്. ഓക്കെ, അപ്പൊ ഫോൾഡറിനകത്ത് എന്താണ് ഉണ്ടാവുക? ദ കളക്ഷൻസ് ഓഫ് സം ഫയൽസ്. ഓക്കെ, ഈ ഫോൾഡർ ഞാൻ ഓപ്പൺ ചെയ്താൽ അതിനകത്ത് എന്തുണ്ട്? കുറേ ഫയൽസ് ഉണ്ട്. അഗൈൻ ഫോൾഡർ വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്താ പറയാ? ഒരു സിംഗിൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫയൽ എന്ന് പറയാം. മനസ്സിലായോ? ഫോൾഡർ ഹാവ് എ കളക്ഷൻ ഓഫ് സം ഫയൽസ്. ഈ ഫയൽസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗിൾ ഡോക്യുമെന്റ് ആണ്. അതിനകത്ത് എന്തുണ്ടാവും? സീക്വൻസ് ഓഫ് സം ബൈറ്റ്സ് ഉണ്ടാവും, സം ഇൻഫോർമേഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇതൊന്നും തുറക്കാൻ പറ്റൂല ശരിക്കും. അത് സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് ആണ്. ഇപ്പൊ ഇതെന്ന് പറയുന്നത് a.out എന്ന് പറയുന്നത് എന്താണ്? അത് ഓപ്പൺ ആവില്ല. ഓക്കെ, .c എന്ന് പറയുന്നത് എന്താണ്? സോൺ ഫയലാണ്. ഈ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിനകത്ത് എന്തുണ്ടാവും? കുറേ കണ്ടന്റ് ഉണ്ടാവും. ഓക്കെ, ദാറ്റ്സ് എ സീക്വൻസ് ഓഫ് ബൈറ്റ്സ്. ഓക്കെ, അതാണ് ഫയൽ എന്ന് പറയുക. ഓക്കെ, ഫയൽ ഡെഫിനിഷൻ നോക്ക്. എ ഫയൽ റിപ്രസെന്റ്സ് എ സീക്വൻസ് ഓഫ് ബൈറ്റ്സ് ഓൺ ദ ഡിസ്ക്. ഓക്കെ, ഒരു ഫയലിനകത്ത് എന്താണ് ഉണ്ടാവുക? ദാറ്റ്സ് ഹാവ് സം സീക്വൻസ് ഓഫ് ബൈറ്റ്. ഓക്കെ, ഫയൽ റിപ്രസെന്റ് എ സീക്വൻസ് ഓഫ് ബൈറ്റ്സ് ഓൺ ദ ഡിസ്ക് വേർ എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഡേറ്റ ഈസ് സ്റ്റോർഡ്. ഓക്കെ, സോ നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ C പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതെന്താണ്? ഇതൊരു ഫയലാണ്. ഈ ഫയലിന്റെ പേരെന്താണ്? st.c ആണ്. അതിനകത്ത് എന്തുണ്ട്? ദ ഹാവ് സം സീക്വൻസ് ഓഫ് ബൈറ്റ്സ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഫോൾഡറിലോ ഏതെങ്കിലും ഒരു ഡിസ്കിലോ ഒരു സ്ഥലത്ത് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. Okay, bytes on the disk where a group of related data is stored. The file is created for permanent storage of data. File എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക? It is used for permanent storage data. Okay, it's a ready-made structure. So already available ആയിരിക്കും. നമ്മൾ സിസ്റ്റത്തിൽ അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. Okay, file is created for permanent storage of data. It is a ready-made structure. A file is placed on the disk where a group of related data is stored. File എന്ന് പറയുന്നത് എന്താണ്? ഡിസ്കിലാണ് ഉണ്ടാവുക. എവിടെയാണോ നമ്മൾ ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടെ നമ്മൾ എന്തുണ്ടാവും? ഫയൽ ഉണ്ടാവും.
Okay, so file management, I have 4 points are there. A file represents a sequence of bytes on a disk where a group of related data is stored. Then another one is a file is created for permanent storage of data. It is ready-made structure. A file is placed on where group of related data is stored. Okay, so അതൊരു ഡെഫിനിഷൻ ആണ്. അതിന് അധികം അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. എഗെയിൻ ഈ ഫയൽ ഓപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫയൽ ഓപ്പറേഷൻ എന്തായാലും എക്സാമിന് ചോദിക്കും. ഫയൽ ഓപ്പറേഷൻസിൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, ഒരു 6 മാർക്ക്. Okay, so file operation they have 6 operations are there. Okay, so creation of new file, writing a new file, opening an existing file, reading from a file, moving to a specific location in a file, closing file. Okay, so file operation എന്ന് പറയുമ്പോൾ എന്താണ്? Create a new file. If you want to create a new file എങ്ങനെയാണ്? എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു MS Word ക്രിയേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ എന്താ വേറെ എന്താ ഉള്ളത്, ടെക്സ്റ്റ്. ഓക്കെ, എനിക്കൊരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചോ. ഓക്കെ, ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ ഡോക്യുമെന്റിനെ ഫസ്റ്റ് എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഓപ്പൺ എ ഫയൽ, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫയൽ ഓപ്പറേഷനിലെ ക്രിയേഷൻ ഓഫ് എ ന്യൂ ഫയൽ, ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ആ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്ത ശേഷം സെക്കൻഡ് വൺ ഈസ് റൈറ്റിംഗ് ടു എ ഫയൽ. ഓക്കെ, ആ ഫയലിൽ നമ്മൾ എന്ത് ചെയ്യാണ്? റൈറ്റ് ചെയ്യാണ്, എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് എഴുതുകയാണ് അല്ലെ. ഞാൻ ഇങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഫയൽ ക്രിയേറ്റ് ചെയ്ത ശേഷം വി ആർ റൈറ്റിംഗ് സംതിങ്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഓപ്പൺ ആൻഡ് എക്സിസ്റ്റിംഗ് ഫയൽ. ഓക്കെ, രണ്ട് ഓപ്ഷൻ. ഒരു ന്യൂ ഫയൽ എടുത്ത് ന്യൂ ഫയലിൽ നമ്മൾ കുറച്ച് റൈറ്റ് ചെയ്യാം, ദാറ്റ്സ് വൺ ഓപ്ഷൻ. ദെൻ അനദർ വൺ ഈസ് ഓപ്പൺ ആൻഡ് എക്സിസ്റ്റിംഗ് ഫയൽ. ഓൾറെഡി എന്തുണ്ടാവും? നമ്മളുടെ കയ്യിൽ കുറെ ഫയൽ ഉണ്ടാവും. ആ ഫയൽ നമ്മൾ എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? അതിൽ എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. ഓപ്പൺ ആൻഡ് എക്സിസ്റ്റിംഗ് ഫയൽ. ഓക്കെ, ഓപ്പൺ ആൻഡ് എക്സിസ്റ്റിംഗ് ഫയൽ. ദെൻ അനദർ വൺ ഈസ് റീഡിംഗ് ഫ്രം എ ഫയൽ. ഓക്കെ, ആ ഒരു ഫയലിലുള്ള ഫയൽ ഓപ്പൺ ചെയ്ത് അതിലുള്ള കണ്ടന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? റീഡ് ചെയ്യാണ്. ഓക്കെ, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത് വിത്ത് പ്രോബ്ലമാണ് വരിക. ഓക്കെ, അതിന് മുൻപ് ഇത് എന്തൊക്കെ സാധനങ്ങളാണുള്ളത് മനസ്സിലാക്കി വെച്ചോ. ദെൻ മൂവിങ് ടു എ സ്പെസിഫിക് ലൊക്കേഷൻ ഇൻ എ ഫയൽ. നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത ശേഷം അതിൽ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ എന്ത് വേണമെങ്കിലും ചെയ്ത് കഴിഞ്ഞ ശേഷം വി നീഡ് ടു മൂവിങ് ഇൻ എ സ്പെസിഫിക് ലൊക്കേഷൻ. ഇപ്പൊ ഈ ഇവിടെ നോക്ക്, എന്റെ ഫോൾഡറിൽ കുറെ ലൊക്കേഷൻസ് ഉണ്ട്. എന്തൊക്കെ ലൊക്കേഷൻ? ഹോം, ഡെസ്ക്ടോപ്പ്, ഡോക്യുമെന്റ്സ്, ഡൗൺലോഡ്സ്, മ്യൂസിക്. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് എനിക്ക് എന്ത് ചെയ്യണം? എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ കോപ്പി പേസ്റ്റ് അടിക്കുക. ഓക്കെ, അപ്പൊ എങ്ങോട്ട് നമുക്ക് ഏത് സ്പെസിഫിക് ലൊക്കേഷനിലാണ് വേണ്ടത് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ മൂവ് ചെയ്ത് കൊടുക്കാം. മൂവിങ് എ സ്പെസിഫിക് ലൊക്കേഷൻ ഇൻ എ ഫയൽ. ദെൻ അനദർ വൺ ഈസ് ക്ലോസിങ് എ ഫയൽ. എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഫയലിനെ ക്ലോസ് ചെയ്യണം. പക്ഷെ ഈ സാധനങ്ങളൊക്കെ ത്രൂ പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ കാണിച്ചതൊക്കെ മാനുവൽ ആണ്, ബട്ട് നമ്മൾ ത്രൂ പ്രോഗ്രാമിംഗ് വൈസ് ആണ് നമ്മൾ ഈ ഫയൽ ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പം ബേസിക് ഫയൽ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? ക്രിയേഷൻ ഓഫ് ന്യൂ ഫയൽ, റൈറ്റിംഗ് ടു എ ഫയൽ, opening an existing file, reading from a file, then moving to a specific location in a file, then closing file. Clear ആണോ? ഫയൽ ഓപ്പറേഷൻസ് ക്ലിയർ ആണോ? എന്തൊക്കെ എത്ര ടൈപ്സ് ഫയൽ ഓപ്പറേഷൻസ് ഉണ്ട്? എത്ര ടൈപ്പ് ഫയൽ ഓപ്പറേഷൻസ് ഉണ്ട്? 6. ഫസ്റ്റ് വൺ ഈസ് വാട്ട്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? First, we need to create a new file. Creation of new file. Second one is what? Writing a new file. Okay. File create ചെയ്തതിൽ write ചെയ്യണം. Okay. Then third one is what? Open. എന്ത് ചെയ്യാം? Open first existing file. Good. Then ഓപ്പൺ എക്സിസ്റ്റിംഗ് ഫയൽ ഓപ്പൺ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ റീഡ് ഫ്രം എ ഫയൽ. ഗുഡ്, വി ക്യാൻ റീഡ് ഫ്രം എ ഫയൽ, റൈറ്റ്? ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യാം? വി ക്യാൻ മൂവ് എവിടെ ചെയ്യാം? മൂവ് ചെയ്ത് കൊടുക്കാം. മൂവ് സ്പെസിഫിക് ലൊക്കേഷൻ ഓഫ് എ ഫയൽ. റൈറ്റ്? ഓക്കെ, ദെൻ ഫൈനൽ വൺ. എല്ലാ ഓപ്പറേഷൻസും കഴിഞ്ഞ് ദെൻ വി നീഡ് ടു എന്ത് ചെയ്യണം? ഫയലിനെ ക്ലോസ് ചെയ്യണം, റൈറ്റ്? സോ ദീസ് ആർ ദ തിങ്സ്. ക്ലിയർ അല്ലേ? അതിൻ്റെത് പഠിക്കണം. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഫയൽ മോഡ്സ് പഠിച്ചാലേ പിന്നെ ഉള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സോ ഫയൽ മോഡ്സ്. ഓക്കെ, സോ ഫയൽ മോഡ്സ് സിമ്പിൾ ആണ്. ക്ലിയർ ആയിട്ട് ലിസൺ ചെയ്യും. ഫയൽ ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചല്ലോ. അഗൈൻ ഫയൽ മോഡ്സ് ടോട്ടൽ ദേ ഹാവ് 6 മോഡ്സ് ആർ ദേർ. ഓക്കെ, 6 മോഡ്സ് ആണുള്ളത്. ഫസ്റ്റ് ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
R stands for read ചെയ്യരുത്. R എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ 6 മോഡ്സ്. ഫസ്റ്റ് വൺ R ആണ്. R എന്ന് പറഞ്ഞാൽ എന്താണ്? R ഒരു ഫയൽ എടുത്താൽ നമ്മൾ ചെയ്യും, ഒരു ഫയലിൽ എടുത്താൽ they have a 6 മോഡ്. R എന്ന് പറഞ്ഞാൽ R stands for ഗസ്റ്റിംഗ് വെച്ച് പറഞ്ഞോ, ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് നമ്മളപ്പോൾ എന്ത് ചെയ്യും? ഗുഡ്. R stands for read. ഓക്കെ, അപ്പോൾ റീഡ് ആണ് R എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് മോഡ് എന്താണ്? W ആണ്. അപ്പോൾ W മീൻസ് ആ ഫയല് റീഡ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. R എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ നമുക്ക് തന്നിട്ടുണ്ട്, മോഡ് റീഡിലാണുള്ളതെന്ന് വിചാരിച്ചോ. റീഡ് ആണെങ്കിൽ നമുക്ക് അതിൽ എന്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? റീഡ് ചെയ്യാൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ് ഒന്നും ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഒരു എക്സ്ട്രാ ഒരു ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ആഡ് ചെയ്യാൻ പറ്റൂല. മനസ്സിലായ? നെക്സ്റ്റ് ഉള്ളത് എന്താണ്? W ഇറ്റ്സ് ഫോർ റൈറ്റ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി ക്യാൻ റൈറ്റ്. ആ ഫയൽ എന്ത് ചെയ്യാൻ പറ്റും? റൈറ്റ് ചെയ്യാൻ പറ്റും. ഓവർ റൈറ്റും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്യാൻ പറ്റും. തേർഡ് വൺ ഈസ് എ. എ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വാട്ട് ഇസ് മീൻ ബൈ എ? എ അറിയോ ആർക്കെങ്കിലും? എ ഫാസ്റ്റ് സമയമില്ല. ആഡില്ല, അരിത്തമാറ്റിക് ഇല്ല. അപ്പൻഡ്. ഓക്കെ, APPEND. അപ്പൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി ക്യാൻ എക്സിസ്റ്റിംഗ് ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് ദേ ഹാവ് സം എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻസ്. ആ എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? മോഡിഫൈ ചെയ്യാൻ പറ്റൂല. ബട്ട് വി ക്യാൻ ആഡ്. Okay, we can't modify the existing data, but we can add new information. മനസ്സിലായോ? എക്സിസ്റ്റിംഗ് ഡേറ്റാസിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, ബട്ട് പുതിയതായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫയലിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ക്ലിയർ ആണോ? ലിസൺ. File modes are: open a file for reading. If a file is reading mode, then no data is deleted if a file is already present on a system. Okay, read mode എന്ന് പറയുമ്പോൾ നമുക്ക് ഫയലിനെ റീഡ് ചെയ്യാൻ മാത്രമേ പെർമിഷൻ ഉള്ളൂ. അതിലുള്ള ഡേറ്റാസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഡെലിറ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് W. W ഈസ് ഓപ്പൺ ഫയൽ ഫോർ റൈറ്റിംഗ് മോഡ്. ഓക്കെ, റൈറ്റിംഗ് മോഡിൽ ഒരു ഫയൽ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഇഫ് എ ഫയൽ ഈസ് റൈറ്റിംഗ് മോഡ്, then a new file is created if file does not exist at all. Okay, if file is already present on a system, ഫയല് പ്രസന്റ് ആണെങ്കിൽ അതെന്ത് ചെയ്യും? ഓപ്പൺ ആയി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എന്താണ് എന്റെ ഫോൾഡറിൽ ഇപ്പൊ ഹലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഇവിടെ ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യും? പുതിയതായിട്ട് ക്രിയേറ്റ് ആവും. ഓക്കെ, ഓൾറെഡി ഇവിടെ ഹലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ് തന്നെ അത് എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്ത് തരും. ഓക്കെ, അതാണ് ഇവിടെ അവർ പറഞ്ഞിട്ടുള്ളത്. ഇൻ എ ഫയൽ റൈറ്റിംഗ് മോഡ്, ദ ന്യൂ ഫയൽ ഈസ് ക്രിയേറ്റഡ് ഇഫ് ഫയൽ ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് ആൾ if a file is already present on a system. Then all the data is inside the file is truncated and is open for writing purpose. Okay, ഇതിന് എന്തിനു വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുക? നമുക്ക് റൈറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് വൺ ഈസ് അപ്പൻ മോഡ്. അപ്പൻ മോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സിസ്റ്റിംഗ് ഡേറ്റയിൽ ഒരു കളക്ഷൻ ചേഞ്ചസും ചെയ്യാൻ പറ്റൂല, ബട്ട് എന്ത് ചെയ്യാൻ പറ്റും? പുതിയതായിട്ട് ഡേറ്റാസ് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫയൽ അപ്പൻ മോഡ്, ഇൻ ദ ഫയൽ ഈസ് ഓപ്പൺ, ദെൻ കണ്ടന്റ് വിത്തിൻ ദ ഫയൽ ഡസ് നോട്ട് ചേഞ്ച്. ആ ഫയലിലുള്ള കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ചേഞ്ച് ചെയ്യാൻ പറ്റൂല. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് എന്താണ്? R പ്ലസ് ആണ്. R പ്ലസ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് പ്ലസ് ആണ്, റീഡിംഗ് പ്ലസ് ആണ്, റൈറ്റിംഗ് പ്ലസ് ദെൻ അപ്പൻ പ്ലസ്. ഓക്കെ, R പ്ലസ് എന്ന് പറയുമ്പോൾ ഓപ്പൺ ഫോർ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഫ്രം ബിഗിനിങ്. R പ്ലസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റീഡ് ചെയ്യാനും പറ്റും, റൈറ്റ് ചെയ്യാനും പറ്റും. W പ്ലസ് എന്ന് പറഞ്ഞാലും സെയിം ആണ്, റീഡിംഗ് ചെയ്യാൻ പറ്റും, റൈറ്റിംഗ് ചെയ്യാൻ പറ്റും, എഗൈൻ ഓവർ റൈറ്റിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, R പ്ലസ് എന്ന് പറഞ്ഞാൽ റീഡ് ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, W പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീഡ്, റൈറ്റ്, എഗൈൻ ഓവർ റൈറ്റ് ചെയ്യാൻ പറ്റും. A പ്ലസ് എന്ന് പറഞ്ഞാലും റീഡ് ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്യാൻ പറ്റും, എഗൈൻ എന്താണ്? അപ്പൻഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഫയൽ മോഡ്സ് എത്രയൊക്കെ ടൈപ്സ് ആണുള്ളത്? ഫയൽ മോഡ്സ് എത്ര ടൈപ്സ് ഉണ്ട്? പറ. ഹൗ മെനി ടൈപ്സ് ഫയൽ മോഡ്സ്? ഫയൽ മോഡ്സ് എത്ര ടൈപ്പ് ഉണ്ട്? ഫസ്റ്റ് 6. ഓക്കെ, എന്തൊക്കെയാണ്?